Hi dears, welcome to today's chemistry class. In the last class, we have learned the terms electronegativity and polar nature. And we also understood that the electronegativity and polar nature of atoms or molecules are closely related to its chemical bonding. What are the two types of chemical bonding? Yes, ionic bonding and covalent bonding. And in an ionic bond, one atom completely transfer one electron or one or more electron to another atom. But in the case of covalent bonding, two atoms share electron pairs between them. Next, we are going to take a new topic named valency. The term valency is closely related to chemical bonding or shared pair of electron or donated or gained pair of electrons, which means the number of electrons lost, gained or shared by an atom during chemical reaction is its valency. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷന്റെ സമയത്ത് ഒരു ആറ്റം എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്നത്. ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ആ ആറ്റത്തിന്റെ വാലൻസി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്, sodium donate one electron to chlorine atom. Okay, എന്താണ്? സോഡിയം ക്ലോറൈഡ് ഇറ്റ്സ് ആൻ അയോണിക് ബോണ്ട് അല്ലെ. അപ്പോൾ ഈ സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്ന സമയത്ത് സോഡിയം ഒരു ഇലക്ട്രോണിനെ ക്ലോറിൻക്ക് വിട്ടുകൊടുക്കുന്നു. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലെ. അപ്പോൾ ഇവിടെ സോഡിയം വിട്ടുകൊടുക്കുന്നതും ഒരു ഇലക്ട്രോണിനെയാണ്, ക്ലോറിൻ സ്വീകരിക്കുന്നതും വൺ ഇലക്ട്രോണിനെയാണ്. സോ ദ വാലൻസി ഓഫ് സോഡിയം ആൻഡ് ക്ലോറിൻ ഈസ് 1. ഓക്കെ, മനസ്സിലായോ? അതായത് എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഇവര് ഡൊണേറ്റ് ചെയ്യുന്നത് ഓർ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ കൊവാലന്റ് ബോണ്ടിങ്ങിലാണെങ്കിൽ ഷെയർ ചെയ്യുന്നത്, ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഓരോ ആറ്റത്തിന്റെയും വാലൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ മഗ്നീഷ്യം ഓക്സൈഡിന്റെ ഫോർമേഷൻ ഇതുപോലെ അയോണിക് ബോണ്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, നിങ്ങൾ അത് ഒന്ന് നോക്കുക. അയോണിക് ബോണ്ടിൽ നമ്മൾ എഴുതിയതാണ്, എക്സാമ്പിൾ ഒക്കെ എഴുതിയതാണ്. അത് നോക്കൂ, അവിടെ മഗ്നീഷ്യം ഓക്സൈഡ് അല്ലെ, മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്ന സമയത്ത് മഗ്നീഷ്യവും ഓക്സിജനുമാണ് ആറ്റംസ് അല്ലെ. അപ്പൊ എന്താണ്? ഇവിടെ മഗ്നീഷ്യം എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഡൊണേറ്റ് ചെയ്യുന്നത്? യെസ്, മഗ്നീഷ്യം 2 ഇലക്ട്രോൺസിനെ ഓക്സിജന് ഡൊണേറ്റ് ചെയ്യുന്നു. ഓക്സിജൻ അല്ലെ, ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ഈ 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്നു ഓർ സ്വീകരിക്കുന്നു ഓർ അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ മഗ്നീഷ്യത്തിന്റെയും ഓക്സിജന്റെയും വാലൻസി എത്രയായിരിക്കും? യെസ്, ഇറ്റ് ഈസ് 2. എന്താണ് കാരണം? മഗ്നീഷ്യം 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നു, ഓക്സിജൻ 2 ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്നു. ഓക്കെ, അനദർ എക്സാമ്പിൾ നോക്കാം. HCl. HCl ഫോർമേഷൻ ഇറ്റ് ഈസ് ആൻ കോവാലന്റ് ബോണ്ടിങ് അല്ലെ. അതായത് ഹൈഡ്രജനും ക്ലോറിനും ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ, ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അപ്പൊ ഈ ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ ഫോർമേഷന്റെ സമയത്ത് ഹൈഡ്രജനും ക്ലോറിനും 1 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നു അല്ലെ. അതായത് ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോണ്, ക്ലോറിന്റെ ഒരു ഇലക്ട്രോണ്. അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജന്റെയും ക്ലോറിന്റെയും വാലൻസി എത്രയായിരിക്കും?
യെസ്, എത്രയായിരിക്കും? 1 ആയിരിക്കും വാലൻസി അല്ലെ, കാരണം 1 പെയർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോ വാലൻസി എന്താണെന്ന് മനസ്സിലായല്ലോ. നമുക്കറിയാം അല്ലെ, എന്താണ് ആറ്റംസ് എന്തിനാണ് ഈ കെമിക്കൽ റിയാക്ഷനിലൊക്കെ പങ്കെടുക്കുന്നത്? യെസ്, ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. അപ്പോ ഈ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആറ്റംസ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു? ഡൊണേറ്റ് ചെയ്യുന്നു, ഓർ ഗെയിൻ ചെയ്യുന്നു, ഓർ അക്സെപ്റ്റ് ചെയ്യുന്നു, ഓർ ഷെയർ ചെയ്യുന്നു അല്ലെ. ഈ ഷെയർ ചെയ്യുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ആ ആറ്റത്തിന്റെ വാലൻസി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കുറച്ച് എക്സാമ്പിൾസും നോക്കി കഴിഞ്ഞു. ഇനി ഇതിന്റെ ബേസിൽ നമുക്കൊരു ടേബിള് ഫിൽ ചെയ്യാണ്ട്, അപ്പൊ നമുക്ക് ടേബിൾ ഒന്ന് ഫിൽ ചെയ്യാം. ടേബിളിലുള്ള കോളംസ് എന്തൊക്കെയാണ്? കോമ്പൗണ്ട്സ്, then constituent elements, atomic number, electronic configuration, then number of electrons transferred or shared, then valency. Okay, അപ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിന്റെ വാലൻസി പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോമ്പൗണ്ട് NaCl, കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ്സ്, അതായത് അതിൽ അടങ്ങിയിട്ടുള്ള എലമെന്റ്സ് സോഡിയവും ക്ലോറിനും ആണ്. ദെൻ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആൻഡ് ക്ലോറിൻ 70. ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയം 2, 8, 1. Then what about electronic configuration of chlorine? Yes, it is 2, 8, 7. Okay. Then ക്ലോറിന്റെയും സോഡിയത്തിന്റെയും ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് എത്രയാണെന്ന് നോക്കൂ. യെസ്, ക്ലോറിന്റെ 7ഉം സോഡിയത്തിന്റെ 1ഉം അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? സോഡിയം 1 ഇലക്ട്രോണിനെ ക്ലോറിൻക്ക് വിട്ടുകൊടുക്കുന്നു. അപ്പോ 2, 8 ആയി മാറുന്നു സോഡിയത്തിന്റെ. ക്ലോറിന്റെ 2, 8, 8 ആയി മാറുന്നു. ഓക്കെ, ദെൻ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് ഓർ ഷെയർഡ്. ഇവിടെ എന്താണ്? ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് അല്ലെ. സോഡിയം കംപ്ലീറ്റ് ആയിട്ട് ക്ലോറിന് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോ സോഡിയം 1 ഇലക്ട്രോണിനെ അതായത് ഡൊണേറ്റ് ചെയ്യുന്നു, ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ദെൻ അപ്പൊ എത്രയാണ് വാലൻസി? സോഡിയത്തിന്റെ വാലൻസി 1, ക്ലോറിൻ ഓൾസോ 1. Then magnesium oxide. Then what about magnesium oxide? Constituent elements magnesium, oxygen. Then atomic number of magnesium 12, oxygen 8. Then electronic configuration of magnesium, atomic number 12 ആണ് അല്ലേ. അപ്പോൾ electronic configuration 2, 8, 2. Then oxygen 2, 6. The number of electron transfer to the oxygen atom is 2 അല്ലേ. അപ്പോൾ മെഗ്നീഷ്യം 2 ഇലക്ട്രോൺസ് ആണ് ഓക്സിജൻ ആറ്റത്തിന് വിട്ടുകൊടുക്കുന്നത്. ഓക്കെ, ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ആ 2 ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്നു അല്ലെ, അക്സെപ്റ്റ് ചെയ്യുന്നു. ദെൻ വാലൻസി ഓഫ് മെഗ്നീഷ്യം ആൻഡ് ഓക്സിജൻ ഈസ് ഓൾസോ 2. ഓക്കെ, 2 ഇലക്ട്രോൺസിനാണല്ലോ ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ HF, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ്സ് ഹൈഡ്രജൻ ആൻഡ് ഫ്ലൂറിൻ. ദെൻ അറ്റോമിക് നമ്പർ ഓഫ് ഹൈഡ്രജൻ 1. ദെൻ ഫ്ലൂറിൻ 9. ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഹൈഡ്രജൻ 1. ദെൻ ഫ്ലൂറിൻ 2, 7. ദെൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് ഓർ ഷെയർഡ്. എന്താണ് ചെയ്യുന്നത്? ഒരു ഇലക്ട്രോൺ ഇവിടെ എന്താണ് നടക്കുക? ഷെയറിംഗ് ആണ് നടക്കുക അല്ലെ. കാരണം കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ്രജൻ ഫ്ലൂറിന് വിട്ടുകൊടുത്താൽ പിന്നെ ഹൈഡ്രജന്റെ കയ്യിലൊന്നുമില്ല. അപ്പൊ അങ്ങനെ ചെയ്യില്ല. അവരെന്താ ചെയ്യുക? ഷെയർ ചെയ്യാണ് ചെയ്യുക അല്ലെ. എന്ത് ചെയ്യും? അവരെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് നിർത്തുന്നു അല്ലെ. അപ്പോ ഇവിടെ എത്രയാണ് ഷെയർ ചെയ്യുന്ന പെയർ ഓഫ് ഇലക്ട്രോൺസ്? യെസ്, 1 ഇലക്ട്രോൺസ് ആണ് അല്ലെ. അപ്പോ വാലൻസി എന്താണ്? ഹൈഡ്രജന്റെയും ഫ്ലൂറിന്റെയും 1 അല്ലെ. Then CCl4, carbon tetrachloride. Then constituent elements chlorine and carbon.
atomic number of carbon 6, chlorine 17. Then electronic configuration of carbon 2, 4. Then chlorine 2, 8, 7. Then number of electron transferred or shared. എന്താണ് കാർബൺ 4 ഇലക്ട്രോൺസിന് നമ്മൾ CCl4ന്റെ ഫോർമേഷൻ ഒക്കെ വരച്ച് നോക്കിയതാണ്. പേജ് നമ്പർ 34 ഉണ്ട്, ഒന്നുകൂടി നോക്കുക കേട്ടോ. അപ്പൊ ഇവിടെ 4 പെയർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത് അല്ലേ. അതുപോലെ ക്ലോറിനെ ഓരോ ക്ലോറിൻ ആറ്റവും ഓരോ ഇലക്ട്രോൺസിനും ഷെയർ ചെയ്യുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ വാലൻസി ഓഫ് കാർബൺ ഈസ് 4 ആൻഡ് വാലൻസി ഓഫ് ക്ലോറിൻ ഈസ് 1. അതെങ്ങനെയാ അങ്ങനെ ആയത്? കാർബൺ എന്ന ആറ്റം 4 ഇലക്ട്രോൺസിന് ഷെയർ ചെയ്യുന്നു അല്ലെ, ഒരു കാർബൺ ആറ്റം. ബട്ട് ഓരോ ക്ലോറിൻ ആറ്റംസും ആണ് എന്ത് ഓരോ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഒരു ക്ലോറിൻ ആറ്റത്തിന്റെ വാലൻസി എന്ന് പറയുന്നത് എന്താണ്? 1 ആയിരിക്കും അല്ലെ. ഓക്കെ, ഒരു ക്ലോറിൻ ആറ്റം ഒന്നല്ലേ ഷെയർ ചെയ്യുന്നതുള്ളൂ. പക്ഷെ കാർബൺ ആണെങ്കിൽ ഒരേ സമയം 4 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നു. സോ ദ വാലൻസി ഓഫ് കാർബൺ ഈസ് 4 ആൻഡ് ദ വാലൻസി ഓഫ് ക്ലോറിൻ ഈസ് 1. ഓക്കെ, നോക്കാൻ പോകുന്നത് വാലൻസിയുമായി കണക്ട് ചെയ്ത മറ്റൊരു ടേമിലേക്കാണ്. ദാറ്റ് ഈസ് ഫ്രം വാലൻസി ടു കെമിക്കൽ ഫോർമുല. അപ്പോൾ വാലൻസിയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഒരു മോളിക്യൂളിന്റെ കെമിക്കൽ ഫോർമുല ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്നാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. മഗ്നീഷ്യം ക്ലോറിനുമായി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മഗ്നീഷ്യം ക്ലോറൈഡ് കിട്ടും അല്ലെ. അപ്പോൾ മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 12 അല്ലെ. ക്ലോറിന്റെ 17 ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്കറിയാം. ഇതിന്റെ ബേസിൽ നമുക്കൊരു ടേബിൾ ഫില്ല് ചെയ്യാണ്ട്, അപ്പൊ ആ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഓക്കെ, എലമെന്റ് മഗ്നീഷ്യം ആൻഡ് ക്ലോറിൻ. ദെൻ അറ്റോമിക് നമ്പർ 12, ക്ലോറിന്റെ 17. ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതൂ, 2, 8, 2. ദെൻ ക്ലോറിന്റെ 2, 8, 7. Then number of electron donated or received. മഗ്നീഷ്യം എത്ര ഇലക്ട്രോൺസിനെ ക്ലോറിൻക്ക് വിട്ടുകൊടുക്കും? യെസ്, 2 അല്ലെ. അതിന്റെ ബാലൻസ് ഷെല്ലില് ഓർ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 2 ഇലക്ട്രോൺസ് ആണ് ഉള്ളത് അല്ലെ. അപ്പോ എന്ത് ചെയ്യുന്നു? 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നു. സോ ഇറ്റ്സ് വാലൻസി ഈസ് 2. ദെൻ ക്ലോറിന്റെ കേസിലാണെങ്കിൽ എന്താണ്? മഗ്നീഷ്യം 2 ഇലക്ട്രോൺസിന് വിട്ടുകൊടുക്കുന്നുണ്ട് എങ്കിലും ക്ലോറിന് 1 ഇലക്ട്രോൺ മതി. എന്തിന്? യെസ്, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ ഓർ ഒക്ടറ്റ് ഇലക്ട്രോൺ അറ്റൈൻ ചെയ്യാന്, ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ ക്ലോറിന് എന്ത് മതി? 1 ഇലക്ട്രോൺ മതി. പക്ഷെ മഗ്നീഷ്യത്തിനാണെങ്കിലോ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാല് സ്റ്റെബിലിറ്റി ഓർ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോ എന്ത് വേണം? മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാനായിട്ട് 2 ക്ലോറിൻ ആറ്റം അവിടെ വേണം. ഓക്കെ, എങ്കിൽ മാത്രമാണ് മഗ്നീഷ്യം വിട്ടുകൊടുക്കുന്ന 2 ഇലക്ട്രോൺസിനെയും അക്സെപ്റ്റ് ചെയ്യാൻ അവിടെ ആളുണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ എന്താണ്? ഓരോ ക്ലോറിൻ ആറ്റമും എന്ത് ചെയ്യും? ഓരോ ക്ലോറിൻ ആറ്റം 1 ഇലക്ട്രോണിനെ വെച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ മഗ്നീഷ്യത്തിനും സ്റ്റെബിലിറ്റി കിട്ടി, ക്ലോറിനും സ്റ്റെബിലിറ്റി കിട്ടി. ഓക്കെ, സോ ദർ വിൽ ബി 1 magnesium atom and 2 chlorine atom in magnesium chloride. അപ്പൊ മഗ്നീഷ്യം ക്ലോറൈഡില് ഒരു മഗ്നീഷ്യം ആറ്റവും 2 ക്ലോറിൻ ആറ്റങ്ങളുമാണ് ഉള്ളത് അല്ലേ. സോ ദ കെമിക്കൽ ഫോർമുല ഓഫ് മഗ്നീഷ്യം ക്ലോറൈഡ് ഈസ് MgCl2. ഓക്കെ, അതെങ്ങനെയാ വന്നത്? മഗ്നീഷ്യം വിട്ടുകൊടുക്കുന്ന 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ 2 ക്ലോറിൻ ആറ്റംസ് അവിടെ വേണം അല്ലേ. അപ്പൊ ഓരോ ക്ലോറിൻ ആറ്റവും ഓരോ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ദ കെമിക്കൽ ഫോർമുല ഓഫ് മഗ്നീഷ്യം ക്ലോറൈഡ് ഈസ് MgCl2. ഗോട്ട് ഇറ്റ്? വേറൊരു എക്സാമ്പിൾ നോക്കാം.
അതായത് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അലുമിനിയം ഫ്ലോറൈഡിന്റെ ഫോർമേഷൻ ആണ്. അപ്പൊ അലുമിനിയം ഫ്ലോറൈഡ് ഫോം ചെയ്യണമെങ്കിൽ അതിൽ ഏതെല്ലാം ആറ്റംസ് കമ്പൈൻ ചെയ്യണം? യെസ്, അലുമിനിയം ഫ്ലൂറിനും അല്ലേ. ദെൻ ദ atomic number of aluminium is 13 and fluorine atomic number 9. Then electronic configuration 2834 aluminium and 274 fluorine. Okay. Then the number of electrons donated or received. ഇപ്പോൾ അലുമിനിയം എത്ര ഇലക്ട്രോൺസിന് വിട്ടുകൊടുക്കുന്നുണ്ടാവും? അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് നോക്കൂ, അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് നോക്കൂ. യെസ്, 3 ഇലക്ട്രോൺസിന് വിട്ടുകൊടുത്താലാണ് 2 8 ആയി മാറിയിട്ട് അതിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെ. 3 ആണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആയി ഓർ ഒക്ടറ്റ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്തു, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തു അല്ലെ. ദെൻ വാട്ട് അബൌട്ട് ഫ്ലൂറിൻ? ഫ്ലൂറിൻ എന്ത് വേണം? 1 ഇലക്ട്രോൺസിന് എന്ത് വേണം? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 7 കൂടെ +1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 ആയി മാറി. ദെൻ സ്റ്റെബിലിറ്റി ഓർ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യും അല്ലെ. അപ്പോ ഇവിടെ ഒരു പ്രശ്നം എന്താണ്? അലുമിനിയത്തിന് 3 എണ്ണം ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, പക്ഷേ ഫ്ലൂറിൻ ആണെങ്കിൽ 1 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവേ ഉള്ളൂ അല്ലെ. കാരണം അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 കിട്ടിക്കഴിഞ്ഞാൽ അതിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഫ്ലൂറിൻ ആറ്റംസ് വേണം? അതായത് അലുമിനിയം വിട്ടുകൊടുക്കുന്ന 3 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഹൗ മെനി ആറ്റംസ് ഓഫ് ക്ലോറിൻ ആർ ദർ? യെസ്, 3 ആറ്റംസ് ഓഫ് ഫ്ലൂറിന് വന്നു കഴിഞ്ഞാലാണ് അലുമിനിയം വിട്ടുകൊടുക്കുന്ന 3 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ അവിടെ ആളുണ്ടാവുള്ളൂ അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അലുമിനിയം ഫ്ലൂറൈഡിന്റെ കെമിക്കൽ ഫോർമുല എന്തായിരിക്കും? യെസ്, അലുമിനിയം അല്ലെ ഒരു ആറ്റമാണ്. ദെൻ ഫ്ലൂറിന്റെ എത്ര ആറ്റംസ് വേണം? യെസ്, 3 ആറ്റംസ് വേണം അല്ലെ. അപ്പോ AlF3 ആണ് അലുമിനിയം ഫ്ലൂറൈഡിന്റെ കെമിക്കൽ ഫോർമുല. മനസ്സിലായോ? എന്താണ് AlF3? സോ ദെൻ വാട്ട് ഈസ് കെമിക്കൽ ഫോർമുല? ഇതിൽ നിന്ന് നിങ്ങൾക്ക് കെമിക്കൽ ഫോർമുല എന്താണെന്ന് മനസ്സിലായോ? യെസ്, നമുക്ക് കെമിക്കൽ ഫോർമുലക്ക് ഒരു ഡെഫിനിഷൻ നോക്കാം. കെമിക്കൽ ഫോർമുല ഈസ് എ മെത്തേഡ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ യൂസിങ് സിംബൽസ്. എന്താണ്? ഇതൊരു കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു മെത്തേഡാണ്. എന്തിനുള്ള മെത്തേഡ്? ഒരു മോളിക്യൂൾസിലെ ആറ്റംസിന്റെ നമ്പർ നമ്മൾ സിംബൽസ് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യുക, അതാണ് കെമിക്കൽ ഫോർമുല. മനസ്സിലായോ? ഇപ്പോ മഗ്നീഷ്യം ക്ലോറൈഡ് ആണെങ്കിൽ എത്ര മഗ്നീഷ്യം ആറ്റംസ് ആൻഡ് എത്ര ക്ലോറിൻ ആറ്റംസ്. അതുപോലെ അലുമിനിയം ഫ്ലൂറൈഡ് ആണെങ്കിൽ ഹൗ മെനി അലുമിനിയം ആറ്റംസ് ആൻഡ് ഹൗ മെനി ഫ്ലൂറിൻ ആറ്റംസ്. ഓക്കെ, ഇതിന് നമ്മൾ നമ്പർ വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഈ കെമിക്കൽ ഫോർമുലയിൽ ഒരിക്കലും നമ്മൾ ഈ ആറ്റംസിന്റെ പേര് വേർഡ്സിൽ എഴുതൂല. അത് പകരം എന്താണ് നമ്മൾ യൂസ് ചെയ്യുക? സിംബൽസ് ആണ് അല്ലെ. മഗ്നീഷ്യം ആണെങ്കിൽ Mg യൂസ് ചെയ്യുന്നു, ക്ലോറിൻ ആണെങ്കിൽ Cl യൂസ് ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങൾ 8ാം ക്ലാസ്സിൽ സിംബൽസ് പഠിച്ചിട്ടുണ്ട് ഓരോ എലമെന്റ്സിൽ. ഓക്കെ, അപ്പോ കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ യൂസിങ് സിംബൽസ്. ഓക്കെ, ഇനി ഇതിൽ ഒരുപാട് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അതായത് പേജ് നമ്പർ 38 കെമിക്കൽ ഫോർമുല ഓഫ് കോമ്പൗണ്ട്സ് എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. സോഡിയം ഓക്സൈഡ്, അലുമിനിയം ക്ലോറൈഡ്, ദെൻ അലുമിനിയം ഓക്സൈഡ്. എന്തായിരിക്കും സോഡിയം ഓക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല? ആലോചിച്ച് നോക്കിക്കേ. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പറും അതുപോലെ തന്നെ ഓക്സിജന്റെ അറ്റോമിക് നമ്പറും ആലോചിച്ച് നോക്കുക. ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണെന്ന് നോക്കുക. എത്ര ഇലക്ട്രോൺസിന് അവിടെ വിട്ടുകൊടുക്കാനും സ്വീകരിക്കാനുമുള്ള ചാൻസ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ നമുക്കറിയാം സോഡിയം അല്ലെ 1 ആണ്. ദെൻ ഓക്സിജൻ ആണെങ്കിലോ 2
2 6 ആണ് വരിക അല്ലെ. അപ്പോൾ 2 ഇലക്ട്രോൺസിന് ആർക്ക് വേണം? ഓക്സിജന് വേണം. പക്ഷെ സോഡിയത്തിന് എന്താണ്? 1 ഇലക്ട്രോൺസിന് വിട്ടുകൊടുക്കാനുള്ള കഴിവേ ഉള്ളൂ അല്ലെ. അപ്പൊ ഓക്സിജന് 2 ഇലക്ട്രോൺസിന് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര സോഡിയം ആറ്റംസ് അവിടെ വേണം? യെസ്, 2 വേണം അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സോഡിയം ഓക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല എന്തായിരിക്കും? Na2O. ഇനി അതുപോലെ തന്നെ അലുമിനിയം ക്ലോറൈഡിന്റെയും അലുമിനിയം ഓക്സൈഡിന്റെയും നിങ്ങൾ എഴുതി നോക്കണം. എങ്ങനെ എഴുതി നോക്കുക? അലുമിനിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. എത്ര ഇലക്ട്രോൺസിന് വിട്ടുകൊടുക്കാനും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് നോക്കുക. അപ്പൊ ചാൻസ് ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഓരോ ആറ്റും എത്ര ഇലക്ട്രോൺസിന് വിട്ടുകൊടുക്കുന്നോ അതിനനുസരിച്ച് സ്വീകരിക്കാനും അവിടെ ആള് വേണം. ഓക്കെ, അപ്പോ അതിനനുസരിച്ചിട്ട് കെമിക്കൽ ഫോർമുല ഓഫ് അലുമിനിയം ക്ലോറൈഡും അലുമിനിയം ഓക്സൈഡും നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? യെസ്, വാലൻസി എന്താണെന്നാ പറഞ്ഞത് അല്ലെ. അതായത് വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷന്റെ സമയത്ത് മോളിക്യൂൾസ് ഫോം ചെയ്യുന്ന സമയത്ത് അതിലുള്ള ആറ്റംസ് ഡൊണേറ്റ് ചെയ്യുന്ന ഓർ അക്സെപ്റ്റ് ചെയ്യുന്ന ഓർ ഷെയർ ചെയ്യുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ വാലൻസി എന്ന് പറഞ്ഞത്. ദെൻ വാലൻസിയും കെമിക്കൽ ഫോർമുലയും തമ്മിലൊരു ബന്ധം, ഒരു റിലേഷൻ ഉണ്ടെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കിയത് അല്ലെ. നമ്മൾ പറഞ്ഞത് വാലൻസിയും കെമിക്കൽ ഫോർമുലയും തമ്മിലുള്ള റിലേഷൻ ആണ് ടോപ്പിക്കിന്റെ നെയിം അല്ലെ. അപ്പൊ അത് ഒരു മെത്തേഡാണ്. വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് അല്ലെ നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ എലമെന്റിന്റെയും വാലൻസി ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഇതിന്റെ മുന്നത്തെ ടേബിളിലൊക്കെ പരിചയപ്പെട്ടല്ലോ. അതായത് പേജ് നമ്പർ 37 ഇതുപോലെ കുറച്ച് ആറ്റംസിന്റെ വാലൻസി ഒക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അലുമിനിയത്തിന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞു, മഗ്നീഷ്യത്തിന്റെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ വാലൻസി കണക്ട് ചെയ്തിട്ട് കെമിക്കൽ ഫോർമുല എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും എന്നാണ്. ഓക്കെ, വാലൻസി റിലേറ്റ് ചെയ്തിട്ട് കെമിക്കൽ ഫോർമുല നമ്മൾ റൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു മെത്തേഡ് ഉണ്ട്. അപ്പൊ ആ മെത്തേഡും സ്റ്റെപ്സ് ആണ്. അപ്പൊ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാണ്ട്, അതുകൊണ്ട് നമുക്ക് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ വാലൻസിയും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ടേബിളൊക്കെ ഫിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഹോംവർക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്യണം. എന്നിട്ട് എനിക്ക് അയച്ചു തരണം. ഇനിയുള്ള കെമിക്കൽ ഫോർമുലയും വാലൻസിയും തമ്മിലുള്ള റിലേഷൻ ഒരു സ്റ്റെപ്പായിട്ടാണ് അത് എഴുതി വരുന്നത്. നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.